വീട്ടിലേക്ക് കടന്നതും ഒരു 10-600 പേര് ഞങ്ങൾ വളഞ്ഞു. എന്തിന്? അല്ല, അവര് വിചാരിച്ചതേ ഞാൻ തൃപ്തി ദേശായി ആണെന്ന്. തൃപ്തി ആയിരിക്കണു, നമുക്ക് തൃപ്തി ആയിരിക്കണു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. എയർപോർട്ടിന്റെ അടുക്കള കണ്ടം വഴി അങ്ങ് ചാടി ഓടി. അല്ല, എയർപോർട്ടിൽ അടുക്കള ഉണ്ടാവുമല്ലോ. ഓടി ഞാൻ എത്തിയത് എവിടെയാ? ഒരു 10-100 ബംഗാളികൾ താമസിക്കുന്ന ഒരു കൂടാരത്തിൽ. ജീവിതം പോയി. ആര് പറഞ്ഞു? 1.5 മണിക്കൂർ അവിടെ ഇരുന്നതല്ലേ. അവരെന്നെ ഒന്ന് തൊട്, ഒന്ന് പിടിക്ക്, ഒന്ന് തോണ്ട്, എന്തിന് പറയുന്ന എന്നെ നോക്കി പോലും ഇല്ലല്ലോ. ചുമ്മാ ചുമ്മാ പറയണത്. കടന്നക്കൂടിന് ആ താപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുത്തെങ്കിലും കിട്ടാതിരിക്കോ? പറയാലേ? ഡോണ്ട് ടച്ച്, ഓൺലി ഹസ്ബൻഡ് ടച്ച്. ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞ നൂലിൽ കോർക്കുന്ന ഒരു താലിയല്ല. അതിനൊരു പവിത്രതയുണ്ട്. പരസ്പരം വിശ്വാസം വേണം. ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ്. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി. അദ്ദേഹം മദ്യപാനിയായിരുന്നു. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വിട്ടു. പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ 2ാമതൊരു കല്യാണം കഴിച്ചു. പവിത്ര ബന്ധമായിരുന്നു, പക്ഷെ അതൊരു 3 മാസം നിന്നുള്ളൂ. ഡിവോഴ്സായി. അയാൾ കുടിയനല്ലായിരുന്നു, ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് പോയി. പിന്നെ ഇതൊരു പവിത്രമായ ബന്ധമാണല്ലോ. അങ്ങനെ ഞാൻ 3ാമതൊരു കല്യാണം കഴിച്ചു. ഇപ്പൊ ഞങ്ങൾ സുഖവും സന്തോഷവുമായി നാലാടിച്ച് പൊളിച്ചു ജീവിക്കും. ഞാൻ കുടി നിർത്തിയില്ല, അദ്ദേഹം കുടി തുടങ്ങി, ഞാനും കുടി തുടങ്ങി. ഇപ്പൊ 2 പേരും നല്ല അസലായിട്ട് കുടിക്കും. എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊരു ലൈവ് പോവാ. ഹലോ, ഹായ്, നമസ്കാരം. ഇണക്കുരുവികൾ എന്ന എന്റെ മോട്ടിവേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി ലൈവ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോ മെസ്സേജ് ആയിട്ട് വായിക്കാം. മുത്തു കോർക്കാൻ നൂല് തരുമോ? തരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സാബു ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് ഇന്നലെ? സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നല്ലേ പറഞ്ഞു നിർത്തി? അതിനർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും നല്ല പൊരുത്തത്തോടെ പോകണം അല്ലേ? ദേ വേറൊരു മെസ്സേജ്. എണീറ്റ് ബോഡിയും ഏതോ ഭക്തനാന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഭാര്യമാരോടാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൺതടങ്ങളിൽ എത്ര കറുപ്പുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്കാനുള്ള സമയം താടി കാലമാടം. അത് ഞാൻ ചിന്തിക്കാൻ മറന്നുപോയി കേട്ടോ. വേറെ മെസ്സേജ് വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് അടച്ചു വെക്കുന്നതാ. ഹലോ 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 ഹലോ. ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഉള്ളുന്നാന്ന് വിചാരിച്ചു. നമസ്കാരം. ഇരിക്കൂട്ടോ. അല്ല, സാധാരണ ഞങ്ങളിവിടെ വരുമ്പോ ഞാൻ പറയും ഇരിക്കൂന്ന്. സാർ അതിനു മുമ്പേ ചാടി കയറിയാൻ ഇരുന്നു. പിന്നെ ഇരിക്കൂട്ടോന്ന് എനിക്ക് പറയാതിരിക്കാനും വയ്യ. ശീലായി പോയേ. ഇരിക്കൂട്ടോ. എന്താ പ്രശ്നം? ചായ കുടിച്ചോ? ചായ കുടിക്കുന്നതോ? ഞാൻ വേറൊരാളുടെ ഭാര്യ. ഈശ്വരാ, നിങ്ങളുടെ പേരെന്താ? അനി. ഭാര്യയുടെ പേര്? പേരിൽ തന്നെ എന്തൊരു പൊരുത്തം. പക്ഷേ വില്ലൻ അവനാ. ഈഗോ. ഈ കഴിഞ്ഞിട്ടുള്ളതോ? അത് വലിയ കാര്യത്തിലുള്ള കാര്യം. വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയെ എന്ത് വിളിക്കും? തനിച്ചിരിക്കുമ്പോൾ അവളെ വിളിക്കത്തേ ഇല്ല. വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത കാണൂല. നമ്മൾ തനിച്ചിരിക്കുന്നതിനാണ് സ്വസ്ഥത വേണ്ടിട്ട്. അപ്പൊ ഭാര്യ ആരെങ്കിലും വിളിക്കോ? അയ്യോ, അത് ശരിയാണല്ലേ. അത് ശരിയാണോ? എന്തിനാ ചിരിക്കുന്നത്? ശരിയല്ല. നിങ്ങൾ ഭാര്യയെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരണം. സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിറ്റോക്സിൻ കൂടും, സകല പ്രശ്നങ്ങളും തീരും. ഉദാഹരണത്തിന്, അനിയൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യൂ. വരൂ വരൂ, ഹഗ് ചെയ്യൂ, ചെയ്യൂ.
ഹക്കിയും. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു ദിവസം 4 പേരെ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അല്ലല്ല, എന്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും പോയി. സത്യം. മൈൻഡ് ഫ്രീ ആയി മേഡം. അല്ലേ? മേഡത്തിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എത്ര പേര് മേഡത്തിന്റെ മോട്ടിവേഷൻ കണ്ട് ജീവിതം നന്നായിട്ട് പോയിട്ട്. ഇവിടെ ഒന്നുമല്ല, എവിടെ അമ്മയാ വലിയ വിഷം. മോട്ടിവേഷൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 20. 20 അര കിടന്ന് കളിച്ചതാ. അല്ല, സത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം 20 വർഷങ്ങൾ ഞങ്ങൾക്ക് 20 ദിവസം പോലെയാണ്. സത്യമായിട്ട് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറേ ഇല്ല. 20 ദിവസമല്ല ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും വേണ്ടേ വെഡിങ് ആനിവേഴ്സറി? വേദന കിട്ടോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് മേഡം. ശരിക്കും നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ സാബേട്ടനായിട്ട്. എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ പാടും സാബേട്ടൻ, നൃത്തം ചെയ്യും സാബേട്ടൻ. ഇത്രയേ ഉള്ളൂ സാബേട്ടൻ. സത്യമായില്ല, ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്കിതാണ് വേണ്ടത്. കണപ്പാണോ? അതല്ല, നിങ്ങളുടെ ഈ ഒത്തൊരുമയുള്ള ഈ ജീവിതമാണ് എനിക്ക് സത്യമായിട്ട് എനിക്ക് വേണ്ടത്. സീരിയസ്ലി? അതിനുവേണ്ടി ഇതുവരെ വരണം എന്നൊന്നുമില്ല. എന്റെ 40കളിലെ പ്രണയം വായിച്ചിട്ടുണ്ട്. 40 പ്രളയം 2000